ചരിത്രമുറങ്ങുന്ന മണ്ണ്, രുചിയുടെയും സൗഹൃദത്തിൻ്റെയും നാട്. മലയാളികളുടെ ഗൃഹാതുരങ്ങളിൽ എന്തും തീരാത്ത രുചിയുണ്ട് കോഴിക്കോടിന്. അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തീരത്ത് നങ്കൂരമിട്ട കപ്പലുകളിൽ ലോകത്തിൻ്റെ കണ്ണ് പതിഞ്ഞതു മുതൽ കോഴിക്കോട് ലോക ഭൂപടത്തിൽ അവിഭാജ്യമായ ഒരു ഘടകമായി മാറി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കാലം. സാമൂതിരി രാജാക്കന്മാരുടെ മണ്ണിൽ അറബികളും ചൈനക്കാരും ഒപ്പം യൂറോപ്യൻ ശക്തികളും കച്ചവടത്തിനായി വന്ന ഒരു തുറമുഖം. അതാണ് ഈ ഒരു കോഴിക്കോട്. വാങ്ങലിൻ്റെയും കൊടുക്കലിൻ്റെയും ചരിത്രത്തിൽ കോഴിക്കോടെന്നും സത്യത്തിൻ്റെ ഒരു നഗരമായിരുന്നു. ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ 500 വർഷം പഴക്കമുള്ള ക്രൈസ്തവ ചരിത്രം തേടിയുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് നടത്തുന്നത്. അതെ, മലബാറിലെ മണ്ണിൽ ആദ്യമായി ക്രൈസ്തവ വിശ്വാസം, ആദ്യമായി വാസ്കോഡ് ഗാമയോടൊപ്പം ഇറങ്ങി വന്ന മിഷണറി സ്ഥാപിച്ച ഒരു ദേവാലയം, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായ മദർ ഓഫ് ഗോഡ് ദേവാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പള്ളി മാത്രമല്ല, ഇതൊരു വലിയ ചരിത്രമാണ് കോഴിക്കോട് മണ്ണിൻ്റെ. കാരണം നൂറ്റാണ്ടുകൾ ഓർമ്മകൾ പേറുന്ന കോഴിക്കോടിൻ്റെ മണ്ണിൽ പോർച്ചുഗീസ് വാസ്തുവിദ്യയും കേരള ചരിത്രവും കൂടി ഒത്തുചേർന്ന സംഗമ ഭൂമിയാണ് എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു ദേവാലയം. ഈ ദേവാലയത്തിന് മദർ ഓഫ് ഗോഡ് എന്ന ഒരു പേരുണ്ട്. ഒപ്പം തന്നെ മാതൃദേയി. ദേവാലയത്തിൻ്റെ മുൻപിൽ ആ ഒരു ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മാതൃദേയി എന്ന്. അതൊരു ലാറ്റിൻ പദമാണ്. മദർ ഓഫ് ഗോഡ് എന്നർത്ഥം. മലബാർ മണ്ണിൻ്റെ ആസ്ഥാനമായ, അതോടൊപ്പം തന്നെ മലബാർ മണ്ണിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഈ ഒരു ദേവാലയം. സാമൂതിരിയുടെ മണ്ണിൽ പരിശുദ്ധ അമ്മയുടെ പേരിൽ ഒരുക്കിയ ഈ ദേവാലയത്തിൻ്റെ 500 വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളോട് കൂടിയുള്ളത് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരിയായ ഫാദർ ജെറോം ചിങ്ങന്തർ അച്ഛനാണ്. അച്ഛാ, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയം അല്ലേ, ഒരു വർഷങ്ങൾ പഴക്കമുള്ള ദേവാലയം. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറി വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു ചരിത്രം നമ്മൾ അറിയുമ്പോൾ, വർഷങ്ങൾ പുറകിലെ ചരിത്രം നമ്മൾ അറിയുമ്പോൾ അത്ഭുതം തോന്നുന്നു. അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു പള്ളി, ഇന്ന് മനോഹരമായിരിക്കുന്ന ഈ ഒരു പള്ളിയുടെ നിർമ്മിതിക്ക് പിന്നിൽ അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകരോട്? സ്നേഹമുള്ളവർ, ചരിത്രമുറങ്ങുന്ന വളരെ പുണ്യമായിട്ടുള്ള ഒരു ദേവാലയത്തിലാണ് നമ്മളായിരിക്കുന്നത്. കാരണം മലബാർ മിഷൻ തുടങ്ങുന്നത് തന്നെ 1498 വാസ്കോഡ് ഗാമയുടെ വരവോടുകൂടിയാണ്. അപ്പം അതിനുശേഷം അപ്പം വാസ്കോഡ് ഗാമ ഇവിടെ കോഴിക്കോട് വന്നിട്ടുണ്ട്, ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. വാസ്കോഡ് ഗാമയുടെ ഒപ്പം കുറച്ച് മിഷണറിമാരും വന്നിട്ടുണ്ട്. അതിലെല്ലാം മിഷണറിമാർ അധികം നാൾ നീണ്ടുപോയില്ല. പിന്നെ അതിനുശേഷം അവർ വന്നതിന് ശേഷം കോഴിക്കോട് സാമൂതിരി ഇവിടെ ഒരു ഫാക്ടറി പണിയുവാനായിട്ടും അതുപോലെ തന്നെ ഗോഡൗൺ ഉണ്ടാക്കുവാനാണ്, അതുകൊണ്ട് അറ്റാച്ച് ചെയ്തൊരു ചാപ്പൽ ഉണ്ടാക്കാനായിട്ട് പെർമിഷനൊക്കെ നൽകി. ഇവിടെ ഇപ്പോൾ ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥലം 1500കളിൽ പണിതിട്ടുള്ള ഒരു ദേവാലയമാണ്. പോർച്ചുഗീസുകാരല്ലേ, അന്നത്തെ മിഷണറിയായിട്ടുള്ള ജസ്യൂട്ട് ഫാദേഴ്സ്, അവർ സാമൂതിരിയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ ദേവാലയമാണ്. അന്ന് ഇത്തരത്തിൽ ഇത്രയും വലിയ ഒരു ദേവാലയം സ്ഥാപിച്ചുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ അറിയപ്പെടുന്നത് കോഴിക്കോടത്തെ വലിയ പള്ളി എന്നാണ്. അന്നത്തെ കാലത്ത്, അപ്പം 500 വർഷം മുമ്പ് പഴക്കമുള്ള അന്നത്തെ വലിയൊരു ദേവാലയമാണ് ഇത്. ഇന്നിപ്പോൾ നമുക്ക് പള്ളികളൊക്കെ ഇതിലും വലുതുണ്ട്, പക്ഷേ ഇത്രയും മനോഹരമായിട്ട്
നല്ല വാസ്തുശില്പത്തോടു കൂടി തന്നെ പണിതിരിക്കുന്ന അന്നത്തെ ദേവാലയം ഇന്നും അത് നമ്മൾ അതിൻ്റെ ആ ചരിത്രം പഴമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. 1500 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു വലിയ പള്ളി ആയിരിക്കും അതെ ആയിരിക്കാം. കാരണം മറ്റ് പള്ളികളുടെ ചരിത്രം നോക്കുമ്പോൾ 1500 മുമ്പ് ഇത്ര വലിയൊരു പള്ളി ഇതേ രീതിയിൽ ഇപ്പോൾ ഇത്ര വലിയൊരു പള്ളി പണിതിട്ടുണ്ടാവുമെന്ന് സംശയമല്ലേ? അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ശരിയായിരിക്കാം. അതൊക്കെ വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് പോകണം. ഇവിടെ മലബാറിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ഇവിടുത്തെ വലിയ പള്ളിയാണ്. അതുകൊണ്ട് ഇന്നും പറയപ്പെടുന്നത് വലിയ പള്ളി എന്നാണ്. ഈ കോഴിക്കോട് മാതൃദേവി ദേവാലയം അതിപ്പോൾ 1923 മുതൽ കോഴിക്കോട് രൂപത സ്ഥാപിതമായ അന്ന് മുതൽ ഇത് കത്തീഡ്രലായിട്ട് ഭദ്രാസന ദേവാലയമായിട്ട് നിലകൊള്ളുകയാണ്. ഇപ്പോൾ ഇത് അതിഭദ്രാസന ദേവാലയം, അതിരൂപത ഭദ്രാസന ദേവാലയമാണ് ഈ വർഷം നമുക്ക് ദാനമായിട്ട് ലഭിച്ചത് വത്തിക്കാനിൽ നിന്നും, പരിശുദ്ധ പിതാവിൽ നിന്നും. ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു വിടവാങ്ങൽ ഗിഫ്റ്റാണത്. കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കി ഉയർത്തിക്കൊണ്ടുള്ള ഡോക്യുമെൻറ്റിൽ ഒപ്പുവെച്ചു എന്നുള്ളത്. അതുപോലെ ഈ കത്തീഡ്രലിൽ അതിരൂപതയുടെ ആസ്ഥാനമായിട്ട് ഉയരുകയും ചെയ്തു. അപ്പോൾ ഒത്തിരി ചരിത്രം ഉറങ്ങുന്ന ഇവിടെ നിന്നും ഒത്തിരി മിഷണറിമാർ മറ്റേ ചെട്ടിയാർ വിഭാഗത്തിൽ നിന്നൊക്കെ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളാക്കിയവരുണ്ട് ഇവിടെ. അതുപോലെ തിരൂർ ഭാഗത്ത് പിന്നീട് കുറച്ച് പെർസിക്യൂഷനൊക്കെ വന്ന സമയത്താണ് ഇവിടെ നിന്നും പോയിട്ടുള്ള ആളുകളാണ് നമ്മുടെ മട്ടാഞ്ചേരിയിലൊക്കെ ചെന്ന് ആയത്. അങ്ങനെയാണ് അവിടെ മട്ടാഞ്ചേരിയിലെ ആ ക്രിസ്ത്യൻ സമൂഹം വളർന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് മങ്ങലേറ്റു. കാരണം ഈ സാമൂഹിക സാഹചര്യങ്ങൾ അത്തരത്തിലായിരുന്നു. എങ്കിലും ഇന്നും നമ്മുടെ ഈ ഭാഗത്തേക്ക് മലബാറിലേക്ക് കുടിയേറിയവരും അതുപോലെ തന്നെ ഇവിടെ ജനിച്ച് വളർന്ന വിശ്വാസം സ്വീകരിച്ചവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു സഭാ സമൂഹമാണ് ഇപ്പോൾ കോഴിക്കോട് അതിരൂപതയിലുള്ളത്. ഇപ്പോൾ ഇവിടെ തുടങ്ങി മംഗലാപുരം, കാസർഗോഡ്, ചന്ദ്രഗിരി വരെയും കോഴിക്കോടിൻ്റെ ആയിരുന്നു. അതുപോലെ വള്ളുവനാട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ, മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റ്, പിന്നെ വയനാട്, ഇതെല്ലാം കോഴിക്കോട് രൂപതയിൽ പെട്ടതായിരുന്നു. അപ്പോൾ മാറി വന്ന മിഷണറിമാർ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് പേരെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പിന്നെ അതിന് പിന്നീട് വന്നിട്ടുള്ള വൈദികരുടെയും സന്യസ്തരുടെയും ഫലമായിട്ട് നമുക്ക് ഇന്നത്തെ രീതിയിൽ നമ്മളുടെ വിശ്വാസ സമൂഹത്തെ വളർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേവാലയം അത് ഇന്നും അതിൻ്റെ ആ ഒറിജിനൽ സ്ട്രക്ചറോടുകൂടി നമ്മൾ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ ഈ കാണുന്ന എല്ലാം ചെറിയൊരു മാറ്റങ്ങൾ മാത്രം വരുത്തുക. ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2009 ഇതിൻ്റെ ആ ഭിത്തികളൊക്കെ ഒന്ന് റീപ്ലാസ്റ്ററിങ് നടത്താം. അതല്ലാതെ വേറെ നമ്മൾ അതിനെ അടിച്ച് പൊളിച്ച് തകർത്ത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒപ്പം ഇതിന് പഴയ ദേവാലയമായതുകൊണ്ട് തന്നെ അൾത്താരകൾ അല്ലേ? വിവിധ അൾത്താരകളുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വത്തിക്കാൻ സെക്കൻഡിന് മുമ്പ് വൈദികർ ഇത് ഇൻഡിവിജ്വലായിട്ട് ദിബുകൾ അർപ്പിക്കാനുമായിട്ട് പണിതിട്ടുള്ള അൾത്താരകളാണ്. ഈ സൈഡിലുണ്ട്, അതുപോലെ ഇതിൻ്റെ റൈറ്റ് ഭാഗത്തും ലെഫ്റ്റ് ഭാഗത്തും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ കാണുന്ന അൾത്താര, ഇത് പണ്ടത്തെ അൾത്താരയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? ഇവിടെ പണ്ട് ഒരു ഗ്രില്ലുണ്ടായിരുന്നു, അവിടെ മാതാവിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ ആ ഗ്രില്ലിൻ്റെ അവിടെ നമ്മുടെ ഈ ലാഡർ പോലെ, അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വല്ല അലങ്കാര പണികൾക്ക് വല്ല തുണി കർട്ടനൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കയറാൻ പറ്റുന്നത്. അത് പഴയ ഒരു ഇതായിരുന്നു. ആകെ മാറ്റം വരുത്തി ആ ഗ്രില്ല് മാറ്റിയിട്ട് നമ്മളപ്പോൾ ആ ബാക്കിൽ ഒരു സ്വർഗത്തെ പ്രതിദാനം ചെയ്യുന്ന പോലെ ആ സ്കൈ ഉണ്ടല്ലോ, ആ ആകാശത്തിൻ്റെ, അതാണ് നമ്മൾ പുതിയതായിട്ടുണ്ട്. പിന്നെ ഈ മരത്തിൻ്റെ വർക്കുകൾ അത് മാത്രമല്ല, അല്ലാതെ ഈ സാങ്ച്വറി ആസ് ഇറ്റ് ഈസ് അതുപോലെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിച്ച് അല്പം ഒന്ന് ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഈ മാതാവ് അവിടെ വെച്ചിരുന്ന മാതാവിനെയാണ് അവിടെ വെച്ചിരുന്ന മാതാവാണ് ഇപ്പോൾ നമ്മളുടെ ഈ അൾത്താരയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ്. ഇത് 500 വർഷം പഴക്കമുള്ളതാണ്. അതേ രൂപം അത് അതുപോലെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് പെയിന്റ് ചെയ്ത് വെക്കും. അവിടെ ഇപ്പോൾ മാതാവിൻ്റെ മുന്നിലാണ് അവിടെ ഒരു അൾത്താരയുണ്ട്, ചെറിയൊരു അൾത്താര, സക്രാരിയുണ്ട്. ആ സക്രാരിയാണ് നമ്മൾ പെസക വ്യാഴാഴ്ച താൽക്കാലിക ഇതായിട്ട് ഉപയോഗിക്കുന്നത്, ഈ ദിവ്യ ആരാധനയ്ക്ക് വേണ്ടി. പിന്നെ അവിടെ ഇപ്പോൾ ഒരു ബിഷപ്പിൻ്റെ കല്ലറയുണ്ട്, മാക്സ്വൽ പിതാവിനെ അടക്കിയിരിക്കുന്ന ആൾത്താരയ്ക്ക് താഴെയാണ്. അതുപോലെ അവിടെ ഒരു അൾത്താരയുണ്ട്. അപ്പോൾ ഇങ്ങനെ പണ്ടത്തെ കാലത്തെ മിഷണറീസിനെയും ഒപ്പം തന്നെ മെത്രാന്മാരെയൊക്കെ അടക്കിയിരിക്കുന്നതും കൂടി ദേവാലയം. മെത്രാന്മാർ അവർ മിഷണർമാരായിരുന്നല്ല, ആ മെത്രാന്മാരെ അടക്കിയിരിക്കുന്ന ഇടമാണ് ഈ സാങ്ച്വറി. അപ്പോൾ ഇതിപ്പോൾ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മാക്സ്വൽ പിതാവിൻ്റെ ശവകുടീരം അവിടെ ആക്കിയത്.
ആക്കിയത്. ഓക്കെ. അപ്പം മറ്റൊരു കാര്യം വെച്ചാൽ അന്ന് വാസ്കോ ഗാമയുടെ കൂടെ വന്ന ഒരു മിഷണറി, ആദ്യം മിഷണറി പെദ്രോ ദെ കോവിൽഹ, ട്രിനിറ്റേറിയൻ ഫാദർ, അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നതും ഈ ഒരു ദേവാലയം. അദ്ദേഹത്തിൻ്റെ അടക്കിയത് ഇവിടെ തന്നെയാണോ എന്ന് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് മരിച്ചു എന്ന് പറയുന്നത്. ദേവാലയത്തിലാണോ അടക്കിയെന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ല. ഇവിടെ വന്നിരുന്നു. പക്ഷേ ഈ ദേവാലയത്തിന് അടുത്തന്നെ സെമിട്രി ഉണ്ട്, പഴയ സെമിട്രി. അതിന്റെ ശിലാഫലകങ്ങൾ നമ്മൾ ആ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ നമ്മൾ ആ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സെമിട്രി കാണാം. അപ്പോൾ അതെല്ലാം നമ്മൾ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ എടുത്തിട്ട് ആ സൈഡിൽ വെച്ചിട്ട് അന്നുണ്ടായിരുന്ന കല്ലുകളുണ്ട് അത് അവിടെ സ്ഥാപിച്ചു. അത് 1800-കളിലൊക്കെ മരിച്ചിട്ടുള്ള മരിച്ച ആൾക്കാരൊക്കെ. പിന്നെ അല്ല, നമ്മൾക്ക് ബ്രിട്ടീഷുകാർ തന്ന സെമിത്തേരിയാണ് വെസ്റ്റ് ഹില്ലിൽ. അത് ഏക്കറുകളോളം അതുണ്ട്. അവിടെയാണ് നമ്മളുടെ ഇപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ദേവാലയങ്ങളിലെയും, അതുപോലെ തന്നെ അതിനുശേഷം സീറോ മലബാർ, സീറോ മലങ്കര രൂപതകളുടെ പള്ളികൾ ഈ കോഴിക്കോട് നഗരത്തിൽ വന്നിട്ടുള്ള അവരെയൊക്കെ അടക്കാനായിട്ടുള്ള പെർമിഷൻ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ആ സെമിത്തേരിയിൽ വെസ്റ്റ് ഹില്ലിൽ നമുക്ക് മദർ ഓഫ് ഗോഡ് സെമിട്രി എന്നും പറഞ്ഞിട്ടുണ്ട്. അത് വെസ്റ്റ് ഹില്ലിലാണ്. അപ്പോൾ അതിൻ്റെ ഇത് ഈ പള്ളിയുടെ ഒരു സ്വത്ത് എന്ന് പറയാം നമുക്ക്. ആധ്യാത്മിക സമ്പത്താണത്. ഇങ്ങനെ മറ്റൊരു പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ടതെന്ന് മാതാവിൻ്റെ ദേവാലയമാണ്. അതെ. അപ്പം 200 വർഷമുള്ള ഒരു പഴക്കമുള്ള മാതാവിൻ്റെ ഒരു ഛായാചിത്രം അത് ഈ ദേവാലയത്തിലുണ്ട്. അത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്. അത് വിശുദ്ധ ലൂക്ക വരച്ചിട്ടുള്ള ചിത്രമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഛായാചിത്രമാണ് നമ്മൾ പള്ളിയിലേക്ക് കയറി വരുമ്പോഴേക്കും ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടു മുന്നിൽ കടലായിരുന്നു. അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഈ എന്താണ് ഇതുണ്ടല്ലോ നമ്മുടെ സ്കൈ വ്യൂ ആയിട്ട് വരച്ചിട്ട് പോർച്ചുഗീസുകാർ വരച്ചുണ്ടാക്കിയ ചിത്രം പള്ളിമേടയിലുണ്ട്. അതിൽ ഈ പള്ളിയാണ് ഇതേ പള്ളി തന്നെ. അതിപ്പോൾ നമുക്ക് ഇവിടെ ആകെ ഉള്ളത് ഈ പള്ളിയിലുണ്ട്, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, എയർപോർട്ടിലെ VIP ലോഞ്ചിലുണ്ട്. ഈ 3 സ്ഥലത്ത് മാത്രമേ ആ ചിത്രമുള്ളൂ. അത് പോർച്ചുഗീസുകാർ 16th സെഞ്ച്വറിയിൽ വരച്ചിരിക്കുന്ന ചിത്രമാണ്. അത് കോഴിക്കോടത്തെ ഈ അന്നത്തെ ഈ പ്രദേശം. അതായത് കാരണം മിഷണറിമാർ കപ്പലിലാണല്ലോ വരുന്നത്. അപ്പോൾ അവർ വന്നിറങ്ങുന്ന ആ ഭാഗത്താണ് അവർ പള്ളി ഉണ്ടാക്കുന്നത്. അതിനോടനുബന്ധിച്ച് അതുപോലെ ഉള്ള പള്ളി ഇവിടെ. അപ്പോൾ അത് നമുക്ക് ആ ചിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അറിയാം ഒറിജിനൽ പള്ളിയല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കടൽ അന്ന് ഈ പ്രദേശം മൊത്തം കടലായിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്ക് കടല് ഇറങ്ങി എടുത്തു വെച്ച് തന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പള്ളിയുടെ ഇപ്പോൾ നമ്മൾ പറയൂലേ പള്ളിയോടൊപ്പം പള്ളിക്കൂടം. നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ പള്ളിക്കൂടം സ്ഥിതി ചെയ്യുന്നതാണ് നമ്മളുടെ ഈ കത്തീഡ്രൽ ദേവാലയത്തിന് തൊട്ടു മുന്നിലുള്ള സെയിൻറ്റ് ജോസഫ്സ് ബോയ്സ് സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ സ്കൂളാണത്, മലബാറിലെ തുടക്കം. അപ്പോൾ പള്ളിക്കൊപ്പം പള്ളിക്കൂടം പണ്ടേ ഉണ്ടായിരുന്നു. അത് കോഴിക്കോടാണ്. അത് 1793 പണിത സ്കൂളാണ് ഈ സെൻറ്റ് ജോസഫ്സ്. ഇംഗ്ലീഷുകാർക്ക് വേണ്ടി യൂറോപ്യൻ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണത് കാലക്രമേണ സെൻറ്റ് ജോസഫ് എല്ലാവർക്കുമായിട്ടുള്ള മാറിയത്. അപ്പം ഇതിനോടൊപ്പം ഒരു ബിഷപ്പ് ഹൗസ് അല്ലേ പഴയൊരു? അതെ. അതിവിടെ നമ്മുടെ അതെ ഇവിടെയായിരുന്നു. പള്ളിയുടെ തൊട്ട് മുന്നിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നു. അല്ല, അവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്. അതിപ്പോഴും ആ സിറ്റീസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഡിമോളിഷ് ചെയ്തിട്ടില്ല. അതൊരു ചരിത്ര സ്മാരകമാണ്. നമ്മൾ ഈ ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിക്കരുത്. നമ്മുടെ കോഴിക്കോട് രൂപത ഇപ്പൊ കേരള സഭയുടെ ചരിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള രൂപതയാണ്. അതെ, മലബാറിലെ ആദ്യത്തെ രൂപതയാണ്. എല്ലാ രൂപതകളുടെയും അമ്മയാണ് മലബാറിലെ. തീർച്ചയായിട്ടും റീത്തുകൾ വ്യത്യാസമില്ലാതെ ഇവിടെ കുടിയേറി താമസിച്ച എല്ലാവരുടെയും അമ്മപ്പള്ളിയാണ്. അമ്മപ്പള്ളിയും ഒപ്പം അമ്മ രൂപതയാണ്. ഇറ്റാലിയൻ ശില്പകലയും ഗോതിക് സൗന്ദര്യവും കോഴിക്കോടിൻ്റെ മണ്ണിൽ ഒത്തുചേർന്നപ്പോൾ പിറന്ന ദൃശ്യ വിസ്മയം. അതാണ് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയം. ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ ചേർന്ന് നിൽക്കുന്ന മനോഹരങ്ങളായ 3 കമാനങ്ങൾ, കോഴിക്കോട് നഗരത്തിൽ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന 2 ഗോപുരങ്ങൾ, 200 വർഷം പഴക്കമുള്ള വിശുദ്ധ ലൂക്ക വരച്ച പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൻ്റെ അതേ ഛായാചിത്രം, ഇതെല്ലാം കോഴിക്കോടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ്.
ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രമുണ്ട്. ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ ചിത്രം. പരിശുദ്ധ അമ്മയുടെ ചിത്രം ഇപ്പോൾ ഉള്ളത് പ്രധാന അൾത്താരയുടെ തൊട്ടടുത്തുള്ള അൾത്താരയിലാണ്. ആ അൾത്താരയാണ് ഇപ്പോൾ എൻ്റെ പിന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അൾത്താരയിൽ കാണുന്ന ഈ പരിശുദ്ധ അമ്മയുടെ രൂപം, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു രൂപമാണ്. അന്ന് ഇറ്റലിയിൽ നിന്നോ പോർച്ചുഗീസിൽ നിന്നോ ആണ് മാതാവിൻ്റെ രൂപം ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചത്. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ മറ്റൊരു മനോഹരമായൊരു ഇടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു മുറി, ഇതൊരു മാമോദിസ 1500 വർഷം പഴക്കമുള്ള ഒരു മാമോദിസ തൊട്ടി നമുക്ക് ഇതിനകത്ത് കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മാമോദിസ തൊട്ടിയാണ്. 1500 വർഷം പഴക്കമുള്ള മാമോദിസ തൊട്ടി. വളരെ മനോഹരമായി അത് ദേവാലയത്തിൻ്റെ അൾത്താരയുടെ നേരെ പുറകിലായിട്ട്, അല്ലെങ്കിൽ കയറി വരുന്ന കവാടത്തിന് സൈഡിൽ തന്നെ ഒരു മുറിയും, ആ മുറിയിൽ ഒരുക്കിയിരിക്കുന്നതാണ് ഈ ഒരു മാമോദിസ തൊട്ടി. ഈ ദേവാലയത്തിൻ്റെ അകത്ത് ബാൽക്കണിയിലേക്കുള്ള ഒരു കോണി, 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കോണിയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നത്. ഒരുപാട് ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് കയറി നിൽക്കാനായിട്ടുള്ള ബാൽക്കണി ഇവിടെ അന്ന് 1500-ൽ തന്നെ നിർമ്മിച്ചിരുന്നു. ആ ബാൽക്കണിയിലേക്ക് കയറുവാനുള്ള ഒരു കോണി, അത് വളരെ മനോഹരമായി ദേവാലയത്തിൻ്റെ 2 സൈഡും വെച്ചിട്ടുണ്ട്. ഈ മദർ ഓഫ് ഗോഡ് ദേവാലയത്തിൻ്റെ, കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ സഹവികാരിയായ ഷാൻഡോ ആൻ്റണി അച്ഛൻ ഇപ്പോൾ ചേരുകയാണ്. അച്ഛാ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്ങനെയാണ് ഇപ്പോൾ, എത്ര വിശ്വാസികളുണ്ട്, ഇടവക്കാരുണ്ട് നമ്മുടെ ഈ ഒരു ദേവാലയത്തിൽ? എങ്ങനെയാണ് ഈ ദേവാലയത്തിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്? നമുക്കറിയാവുന്നതുപോലെ ഇത് കോഴിക്കോട് അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ ഏതാണ്ട് 250ഓളം വരുന്ന കുടുംബങ്ങളുണ്ട്. 250ഓളം വരുന്ന കുടുംബങ്ങളിൽ 2 വിഭാഗങ്ങളായിട്ടുള്ള, ഒന്നാമതായിട്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ നേറ്റീവായിട്ടുള്ള ആൾക്കാരും അടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണനയും ആംഗ്ലോ ഇന്ത്യൻസ് വിഭാഗത്തിനുള്ള പ്രത്യേക പ്രാർത്ഥനകളും നൊവേന പ്രാർത്ഥനകളും ഇംഗ്ലീഷ് കുർബാനകളും ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇവിടെ വന്ന് കുടിയേറി പാർത്തവരും ഈ കോഴിക്കോട് പ്രദേശത്തുള്ള എല്ലാവർക്കുമായിട്ട് നമ്മൾ പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും എല്ലാ ദിവസവും തന്നെയും അർപ്പിക്കുന്നുണ്ട്. അതിരൂപതയായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഇടവക സമൂഹം ഈ കത്തീഡ്രൽ ദേവാലയം തന്നെയാണ്. അതിരൂപതയുടെ ആസ്ഥാന ദേവാലയം കൂടിയാണല്ലോ ഇത്. അപ്പം ഇപ്പോൾ ഇവിടെ ഒന്ന് കടലിന് ചേർന്ന് നിൽക്കുന്ന ഒരു ദേവാലയം കൂടിയാണ്. വിശ്വാസികൾ ഇപ്പോൾ മത്സ്യബന്ധനം അങ്ങനെയുള്ള വിശ്വാസികളാണോ കൂടുതൽ? നമുക്ക് അങ്ങനെ മത്സ്യബന്ധനത്തിനുള്ള ഏർപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ വളരെ കുറവാണ്. മറിച്ച് അതിലുപരിയായിട്ട് മറ്റു ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ദേവാലയമായതുകൊണ്ട് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന പല വ്യക്തികൾ അടങ്ങുന്നതാണ് ഈ ദേവാലയ കുടുംബം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ദേവാലയത്തെ ചുറ്റി ഏകദേശം ഒരു 5 സ്കൂളുണ്ട്. 5 സ്കൂളുകളും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു ഇടവക കുടുംബം എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ്, കത്തീഡ്രൽ ദേവാലയമാണ്, വർഷങ്ങൾ പഴക്കമുള്ള കത്തീഡ്രൽ ദേവാലയം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബിൽഡിംഗ്, ഇതൊരു ഗോതിക് സ്റ്റൈലിൽ, പോർച്ചുഗീസ് വാസ്തു ശൈലിയിലൊക്കെ ഇപ്പം നിർമ്മിച്ചാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ടോ? ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഈ ഒരു ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയം തന്നെയാണ്. അത് ഇതിൻ്റെ ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യവും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികളും അവിടെയുള്ള ആൾക്കാരും തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദേവാലയമാണ്. ദേവാലയം അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ രാത്രി വരെയും തുറന്നു കിടക്കുന്ന ഒരു ദേവാലയമാണ്. വളരെ വലിയ രീതിയിലുള്ള ക്രിസ്തുവിൻ്റെ പിറവി ദൃശ്യം ക്രമീകരിക്കുന്നത് ഈ ഒരു ദേവാലയത്തിലാണ്. നമ്മുടെ യുവജനങ്ങളുടെ ഒരു ഐക്യവും യുവജനങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ വളരെ സജീവമായിട്ട് KLCA, മദേഴ്സ് അസോസിയേഷൻ, ഇൻസെൻറ്റി പോൾ എല്ലാ സംഘടനകളും സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ്.
ഈ ദേവാലയത്തിലെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്ന് ഉള്ളത്, അത് ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒന്നാണ് ഈ പിന്നിൽ കാണുന്ന ഈ ഒരു മാതാവിൻ്റെ ഛായാചിത്രം. ഇത് 200 വർഷം പഴക്കമുള്ള ഒരു ഛായാചിത്രമാണ് ഈ കാണുന്നത്. ഇത് വിശുദ്ധ ലൂക്ക വരച്ച മാതാവിൻ്റെ ഛായാചിത്രം. അതിനോട് സാമ്യമായ അതിൻ്റെ തന്നെ ഛായാചിത്രം അന്ന് മിഷണറിമാർ ഇവിടെ കൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു. അതാണ് ഈ ഒരു രൂപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യം. ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഇരു സൈഡുകളിലും 2 അൾത്താരകൾ ഉണ്ട്. ഈ ദേവാലയത്തിൽ ഈ അൾത്താര ഇത് ഗോവൻ കമ്മ്യൂണിറ്റിയാണ് ഇത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഇതുമായി അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു അൾത്താരാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ദേവാലയം പണിതത് പോർച്ചുഗീസുകാരാണ്, പോർച്ചുഗീസ് മിഷണറിമാരാണ്. ഗോവയും പോർച്ചുഗീസ് മിഷണറിമാരുടെ അല്ലെങ്കിൽ പോർച്ചുഗീസ് കത്തോലിക്കരുടെ ആ ഒരു സ്വാധീനമുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മലബാറുമായി ബന്ധപ്പെട്ട് ഗോവയ്ക്ക് വ്യാപാരമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ബന്ധം അന്നേ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഗോവയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയും കൂടിയുള്ള ഒരു അൾത്താരയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആ അൾത്താര ഇപ്പോഴും അതേപോലെ നിൽക്കുന്നു. ഗോവയുടെ വിശുദ്ധനെ നമുക്കറിയാം, വിശുദ്ധ ജോസഫ് വാസ്, അദ്ദേഹത്തിൻ്റെ രൂപവും ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 5 അൾത്താരകളാണ് ഈ ദേവാലയത്തിൻ്റെ ചുറ്റും ആ ഒരു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ അൾത്താരകൾ ഇപ്പോഴും സൂക്ഷിച്ചു വരുന്നു. വാസ്കോഡ് ഗാമയുടെ ഒപ്പം ഇവിടെ വന്ന ഒരു മിഷണറി. അദ്ദേഹമായിരുന്നു ഇവിടെ മലബാറിൽ ക്രൈസ്തവ വിശ്വാസം പകരുന്നതിന് വന്ന ആദ്യ മിഷണറി. മലബാറിലെ ആദ്യ മിഷണറിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പെഡ്രോ ദെ കൊവിഹാരി OST. അദ്ദേഹം ആ സഭാ സമൂഹത്തിൽ അംഗമായിരുന്നു. അദ്ദേഹം വന്നത് 1498 മെയ്യിലാണ് വന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ ജൂലൈയിൽ 1498 ജൂലൈയിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് പിന്നീട് ശിലാഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കോഴിക്കോട് കത്തീഡ്രലിൻ്റെ ഈ ഒരു ചരിത്ര പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഏറെ മറ്റൊരു പ്രധാനമുള്ള ഒരു കാര്യം കൂടി ഈ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടുകളിലുണ്ട്. ഒന്ന് ഉള്ളത് ഇപ്പോൾ നിങ്ങളെൻ്റെ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുരാതനമായ പഴമയാർന്ന ആ ഒരു ബിൽഡിങ്ങാണ്. ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അതൊരു ബിഷപ്പ് ഹൗസാണ്. നമുക്കറിയാം, ഇതാണ് ദേവാലയം. ഈ ഒരു ദേവാലയത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഒരു ബിഷപ്പ് ഹൗസ് ഉള്ളത്. ഇത് പണ്ട് കാലങ്ങളിൽ 1500കളിലാണ് ഇവിടെ സ്ഥാപിച്ചത്. അതിനുശേഷം മെത്രാന്മാർക്കൊക്കെ താമസിക്കാൻ വേണ്ടി പണിത ആ ഒരു മന്ദിരമാണ് അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസാണ്. ഇവിടെ ആയിരുന്നു കാലങ്ങളായിട്ട് കോഴിക്കോട് രൂപതയെ ഭരിച്ചുകൊണ്ടിരുന്ന മെത്രാന്മാർ താമസിച്ചിരുന്നതും. ഈ ദേവാലയത്തിൻ്റെ ആ ഒരു ചരിത്രത്തിനോട് പ്രാധാന്യം നൽകുന്ന മറ്റൊരു വിഷയമാണ് ദേവാലയത്തിൻ്റെ തൊട്ട് മുൻപിലായിട്ട് കാണുന്ന സ്കൂള്. സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ സ്കൂളാണ് മലബാറിലെ ഒരുപക്ഷേ കേരളത്തിൽ തന്നെ ആദ്യത്തെ സ്കൂള് എന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ എന്ന ആശയം സഭയിൽ നിന്ന് വന്നതും. എന്നാൽ ആ സമയത്തിന് മുൻപ് തന്നെ ഇവിടെ ഈ ഒരു ദേവാലയത്തിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു സ്കൂൾ സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമായിട്ട് ഈ ഒരു സെൻറ്റ് ജോസഫ് സ്കൂളിനെ നമുക്ക് കാണാൻ സാധിക്കും. അതും ഈ ദേവാലയത്തിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി പറയേണ്ട ഒരു ചരിത്രം തന്നെയാണ്. കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ചരിത്ര വഴിയിലൂടെ നമ്മളിങ്ങനെ കടന്നു വരികയായിരുന്നു. ആ ഒരു കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് അതിനോട് കൂടെ ചേർത്ത് നമ്മൾ പറയേണ്ട
ഒരു വലിയൊരു അത്ഭുതത്തിൻ്റെ ചരിത്രമുണ്ട്. അതാണ് കോഴിക്കോട് നഗരമധ്യത്തിലുള്ള ഈ വളരുന്ന കുരിശ് എന്ന് പറയുന്ന ആ ഒരു അത്ഭുതം. നമ്മളിപ്പോൾ ഉള്ളത് വളരുന്ന ആ കൽക്കുരിശിൻ്റെ ആ ഒരു ദേവാലയത്തിലാണ്. നിരവധി അത്ഭുതങ്ങളാണ് ഈ ഒരു കപ്പേളയിൽ നടക്കുന്നത്. ഈ കപ്പേള മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ കീഴിലുള്ള ഒരു ചെറിയൊരു കുരിശ് പള്ളിയാണ്. നാനാജാതി മതസ്ഥരാണ് ഈ കപ്പേളയിൽ വന്ന് ഈ അത്ഭുത കുരിശിനെ, വളരുന്ന അത്ഭുത കുരിശിനെ കാണുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ചേട്ടാ സ്ഥിരം വരുന്നതാണോ? എല്ലാ സൺഡേ എവിടെയാണ് ഇത്? സ്ഥലം എവിടെയാ? എന്തുകൊണ്ട് എല്ലാ ആഴ്ച എല്ലാ ഞായറാഴ്ചയും വരുന്നത്? ഞാൻ ബസ് പോണ ആളാണ്. സമയത്ത് വലിയൊരു അത്ഭുതമാണെന്ന് പറയുന്നു വളരുന്ന ഒരു കുരിശുമായി ബന്ധപ്പെട്ട്. എപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കാറുണ്ട്? എങ്ങനെയാണ്? നല്ല ശക്തിയാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇതുവരെ വിചാരിച്ചിടത്തോളം നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഈ ദേവാലയത്തിന്റെ കുരിശുപള്ളിയുടെ അകത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. സ്ഥിരം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് ബാലാമണി അൽഫോൺസയാണ്. അതെ, കൺവേർട്ടായിട്ട് 20 വർഷമായി. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയം മുതൽ, ചെറുപ്പം മുതലേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് സ്ഥിരം വരും വന്ന്. വീട് ഇവിടെ അടുത്താണ് ചേച്ചിയുടെ? അവിടെ നടക്കാവാണ് വീട്. വെള്ളി, ശനി, ഞായർ പഠിക്കുന്ന കാലം മുതലേ ഈ കുരിശുപള്ളിയെ കുറിച്ച് അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ എണ്ണ വലിയൊരു പ്രധാനപ്പെട്ട ഒരു, ഇവിടെ കൊണ്ടൊഴിക്കുന്ന എണ്ണ നമ്മളെ വേദനിക്കുന്ന അല്ലെങ്കിൽ രോഗമുള്ള ഭാഗത്തൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കുറയാറുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. പിന്നെ ഞാൻ വെള്ളി, ശനി, ഞായർ ഇവിടെ ഡെയിലി കുർബാനയുണ്ട്. വെള്ളി, ശനി, ഞായർ വൈകുന്നേരം, വെള്ളി, ശനി, ഞായർ രാവിലെയാണ്. പിന്നെ തിരുനാളുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. കുരിശിൻ്റെ തിരുനാൾ, കുരിശിൻ്റെ പ്രാർത്ഥന, ഭയങ്കര ഒരു പ്രാർത്ഥന, ശക്തിയുള്ളൊരു പ്രാർത്ഥന, കുരിശിൻ്റെ പ്രാർത്ഥന നൊവേന എന്നുള്ളൊരു പ്രാർത്ഥന. ഇന്നിപ്പോൾ എനിക്ക് 70 വയസ്സായി. അപ്പോൾ 70 വർഷങ്ങൾക്ക് മുമ്പൊന്നല്ല, 1786 ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വർഷത്തെ പരിചയമുണ്ട്. അപ്പം ഞാൻ വന്നതിന് ശേഷം എനിക്കറിയാവുന്നത് ഇതിനകത്ത് നല്ലൊരു അനുഭവമാണ്. ഈ കുരിശ് വളരുന്നു എന്ന് പറയുന്നല്ലോ, അത് ഞങ്ങൾ ആ ചെറുപ്പത്തിൽ വരുന്ന സമയം ഇത്ര ഇല്ല. അത് ഉറപ്പാണ്. ഇത് ഇത്ര ഇല്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ചെറുതാണ്. പിന്നെ അതിനുശേഷം വളർന്നതിന് ശേഷം ഇത്രയും വലുതായിട്ട് കാണുന്നേ. മറ്റേ ഇതിന്റെ താഴെ ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ താഴെ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. താഴെയായിരുന്നു. ഇല്ല, കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ വരുമ്പോ ചെറുതാണ്. അതിനുശേഷം ഇത് വളരുന്നുണ്ട്. അപ്പൊ അത്ഭുത കുരിശെന്നൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളെ അനുഭവമില്ല നമ്മൾ പറയണ്ട, അല്ലാണ്ട് വേറൊന്നും പറയണ്ട. ഇതാണ് അത്ഭുത കൽക്കുരിശ്. ഇത് അനുദിനം വളരുന്ന കുരിശ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയം 500 വർഷം പഴക്കമുള്ളതാണെങ്കിൽ ഈ ഒരു കരിങ്കൽ കുരിശ് അല്ലെങ്കിൽ ഇതൊരു കുരിശുപള്ളി 800 വർഷങ്ങളോളം പഴക്കമുണ്ട് എന്നതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന ഗോവക്കാർ അവരുമായി ബന്ധപ്പെട്ട ഒരു കല്ലറയിൽ സ്ഥാപിച്ച കുരിശ്. ആ കുരിശിൽ പിന്നീട് വന്ന പോർച്ചുഗീസുകാർ അവിടെ ഒരു കുരിശ് അതുമായി കുത്തിവെക്കുകയായിരുന്നു. പിന്നീട് ആ കുരിശിൽ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് അത്ഭുതങ്ങൾ നേടുകയും ചെയ്തു എന്നുള്ളത് ഒരു ഐതിഹ്യമാണ്. മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പുല്ല് ചെത്തിയിരുന്ന ഒരു സ്ത്രീയുടെ അരിവാട് ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്ന് രക്തം പൊടിയുകയും ചെയ്തു എന്നതാണ്. തുടർന്ന് ആളുകൾ ഇതിൻ്റെ ഒരു അത്ഭുതം സ്ഥിരീകരിച്ചുകൊണ്ട് ആളുകൾ ആ കുരിശിനെ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇങ്ങനെ 2 ഐതിഹ്യങ്ങളാണ് ഈ ഒരു കരിങ്കൽ കുരിശുമായി, അത്ഭുത കുരിശുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിനുശേഷം 1880-കളിൽ 1886-കളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇവിടെ ഈ ഒരു പള്ളിയും ഈ ഒരു കരിങ്കൽ കുരിശും അത് ഇവിടുത്തെ അന്നത്തെ ദേവാലയമായിരുന്ന മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിന് എഴുതി കൊടുത്തു. കാരണം ഇവിടെ ഒരു വിശുദ്ധ കുർബാന നടക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി. അങ്ങനെയാണ് ഇത് ഈ ഒരു ദേവാലയത്തിന്റെ ഭാഗമായി ഈ കുരിശുപള്ളി
ആകുന്നതും. അതിനുശേഷം ഇപ്പോൾ വിശുദ്ധ ബലികൾ ഇവിടെ നടക്കുന്നു, പ്രാർത്ഥനകൾ നടക്കുന്നു. ഒപ്പം ഇതിന് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് വളരുന്ന കൽക്കുരിശ്. ഒപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ നൊവേന, വിശുദ്ധ കുരിശിന്റെ നൊവേനയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടുന്നു എന്നതും ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു അത്ഭുതമാണ്.